ഗോ. ആ മകൻ അപ്പൻ്റെ അരികിലെത്തുന്നത് വസ്തുവകയിൽ എനിക്കുള്ള പങ്കെവിടെ എന്ന ചോദ്യവുമായിട്ടാണ്. ആ ചോദ്യത്തിനുള്ളിൽ അധികാരത്തിൻ്റെ ഒരു സ്വരമുണ്ട്, ധാർഷ്ട്യത്തിൻ്റെ ഒരു ഭാവമുണ്ട്. എന്നാൽ ഈ മകൻ പിന്നീട് അപ്പൻ്റെ അരികിലെത്തുമ്പോൾ, മകനായിരിക്കാൻ എനിക്ക് യോഗ്യതയില്ല, അതുകൊണ്ട് വേലക്കാരിൽ ഒരാളായിരിക്കാൻ നീ എനിക്ക് അനുവാദം തരുമോ എന്ന മറ്റൊരു ചോദ്യവുമായിട്ടാണ്. ആ ചോദ്യത്തിൽ അധികാരത്തിൻ്റെ ധ്വനിയില്ല, വിനയത്തിൻ്റെ സൗമ്യഭാവം. അധികാരത്തിൻ്റെ ധാർഷ്ട്യസ്വരത്തിൽ നിന്ന് വിനയത്തിൻ്റെ സൗമ്യസ്വരത്തിലേക്കുള്ള ഒരു മകൻ്റെ മടക്കയാത്ര. എന്താണ് അയാൾക്ക് സംഭവിച്ചത്? ഒന്നുമില്ല. അധികാരത്തിൻ്റെ സ്വരങ്ങൾ ഒരാളെ കൊണ്ടെത്തിക്കുന്നത് ഏറ്റവും ഹീനമായ പന്നികൂടുകളുടെ ദുർഗന്ധത്തിലേക്കാണെന്ന് അയാൾ തിരിച്ചറിയും. മാത്രമല്ല, അവിടെ നിന്ന് അപ്പൻ്റെ മനസ്സിലേക്ക് ഒരു മടക്കയാത്ര സാധ്യമാകണമെങ്കിൽ വിനയത്തിൻ്റെ ഈ സൗമ്യസ്വരം കൂടിയേ മതിയാവൂ എന്നും അയാൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവുകളെ സുവിശേഷം സുബോധം എന്ന് വിളിച്ചു. സുബോധത്തിൻ്റെ ജീവിതത്തിന് നോമ്പ് സഹായകരമാകട്ടെ.